your fire fall upon everyone. Hallelujah. സ്വരം താഴ്ത്തി എല്ലാവരും ഈശോ നിന്റെ അടുത്തുണ്ട് എന്ന് വിചാരിക്കുക. സ്നേഹത്തിൻ്റെ തികവും പൂർണ്ണമായ ഈശോ നിന്നോട് വളരെ അടുത്തുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിൽ ആ ഈശോയോട് നീ പറയും, ഈശോയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അത് നീ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞു വേണം പറയാനായിട്ട്. നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ അത് നിൻ്റെ ഹൃദയത്തിൽ നിന്നും ഈശോയോട് പറയണം. ഏറ്റവും ശബ്ദം താഴ്ത്തി നിനക്ക് ഈശോയോട് പറയാം. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം. നിൻ്റെ പരിശുദ്ധമായ ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ അവിടുന്ന് കാതോർക്കുന്നുണ്ട്. I love you, Jesus. I love you. ഞങ്ങൾ സ്നേഹിക്കുന്ന ഈശോയെ, I love you. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 15 7-ാമത്തെ വചനം. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് പറയാമോ? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്? ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. ഒരു വലിയൊരു ഓഫറാണ്. നമ്മൾ ചിലപ്പോൾ കാണത്തില്ലേ, ചില കടകളിലൊക്കെ ഓരോ ക്രിസ്മസോ ഓണം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞ് ഭയങ്കര കച്ചവടമാണ്. സാധനങ്ങൾക്ക് വില നേരെ പകുതിയായിട്ട് കുറച്ച് ഒരു വലിയ ഓഫർ ആൾക്കാരെല്ലാം ഓടി കൂടുവോടെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് അതുപോലത്തെ ഒരു ഓഫർ അല്ലത്. ഇതോ പറയുകയാണ്, ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നമുക്ക് ലഭിക്കും. ഇത് പറയുന്നത് ആരാണ്? കർത്താവ് ദൈവം പറഞ്ഞത്, മനുഷ്യൻ പറഞ്ഞ വാക്കല്ല. ദൈവം പറയുക, ആസ്ക് ഫോർ വാട്ട് എവർ യു വിഷ്. നീ എന്ത് ഇഷ്ടപ്പെടുന്നോ, നീ എന്ത് ആഗ്രഹിക്കുന്നോ ചോദിച്ചുള്ളൂ, നിനക്ക് ലഭിക്കും. അപ്പോൾ ഇത്രമാത്രം ഒരു വലിയ വാഗ്ദാനം നമുക്ക് മുമ്പിൽ കർത്താവ് വെച്ചിട്ടുള്ളപ്പോൾ നമുക്ക് പ്രാപിച്ചെടുക്കണം. പരിപെടുവരെ പരീക്ഷ പറയുന്ന എന്താണ്? 7-ാമത്തെ വചനം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം. അതൊരു വ്യവസ്ഥയാണ്. ഒരു വലിയ വാഗ്ദാനം ഈശോ തന്നപ്പോൾ അവിടെ ഒരു വ്യവസ്ഥ വെച്ചു. എന്താണ് ആ വ്യവസ്ഥ? നിങ്ങൾ എന്നിൽ വസിക്കണം, പിന്നെ എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ എന്തിനു പറയാം? ഇഷ്ടമുള്ളത് ചോദിച്ചു, അത് ലഭിക്കും. എപ്പോഴും നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം നോക്കുന്നൊരു കാര്യമുണ്ട്. എത്രമാത്രം യോഗ്യതയുണ്ട് ഈ വ്യക്തിക്ക് ഇത് കൊടുക്കാനായിട്ട്. അത് രോഗസൗഖ്യമാകട്ടെ, സാമ്പത്തിക അനുഗ്രഹങ്ങളാകട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ബൈബിൾ ഒത്തിരി വാഗ്ദാനം ഉണ്ടല്ലോ, ഈശോ അനുഗ്രഹിക്കുമല്ലോ, അപ്പോൾ ചോദിക്കുകയാണ്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവ് നോക്കുന്നുണ്ട് എന്ത് യോഗ്യതയാ, എന്ത് അർഹതയുണ്ട്, ഇവൻ അനുഗ്രഹിക്കപ്പെടാൻ ഇവൻ എന്തുണ്ട്, എന്തെങ്കിലും ഒരു നന്മ അവനുണ്ടെങ്കിൽ ദൈവനെ അനുഗ്രഹിക്കും. നമ്മൾ ബൈബിളിൽ കാണുന്ന മുഴുവൻ അതാണ്. ഒരു രോഗി, ഒരു തലവാത രോഗിയെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് കുറേ യഹൂദന്മാരും ഈശോയോട് പറയുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട്, ആ ശതാധിപൻ നമുക്കൊരു സിനഗോഗ് പണിയിച്ച് തന്നിട്ടുണ്ട്, നമ്മുടെ ജനത്തിന് വേണ്ടി ഒരു പള്ളി പണിയിച്ച് തന്നിട്ടുണ്ട് ആ ശതാധിപൻ. അവൻ്റെ വൃത്തിയിലാണ് സുഖപ്പെടുത്താൻ പോകേണ്ടത്. ഈശോ കൂട്ടത്തിൽ പോവുകയാണ്.
എന്തുകൊണ്ടാണ്? ഈ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ഒരു വിജാതീയനായ ശതാധിപന് ഒരു പ്രവൃത്തി ചെയ്തു. അയാളുടെ അധികാരത്തിൽ അയാളൊരു സിനഗോഗ് പണിതു കൊടുത്തു. അത് ദൈവത്തിന് മുമ്പിൽ അയാൾക്കത് പ്രതീകരമായ പ്രവൃത്തിയായിരുന്നു, അയാളെ സുഖപ്പെടുത്താനായിട്ട്. നമ്മൾ പള്ളി പണിതില്ലെങ്കിലും നമ്മൾ ദൈവം നോക്കുന്നു. നമ്മളിലുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള പ്രതീക്ഷ, നമ്മളുടെ വിശ്വാസം എത്ര വലുതാണ് ദൈവം നോക്കുന്നുണ്ട്. 2, കർത്താവിൻ്റെ വചനത്തിൽ എത്രമാത്രം നമ്മൾ ജീവിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിരിക്കും നമുക്ക് ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന അനേകം ആൾക്കാരെ നമുക്കറിയാം. പക്ഷെ ദൈവം എപ്പോഴും നോക്കും, ഓരോ കാര്യത്തിനും നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തുണ്ട്. അന്ധനായ ബർത്തിമേയു ഈശോയെ വിളിച്ചപ്പോൾ, യേശുവേ ദാവീദ് പുത്രാ കനിയണമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശുവിനെ പിടിച്ചു നിർത്തിയത് അവൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. അവൻ്റെ ശബ്ദമായിരുന്നില്ല, അവൻ്റെ വിശ്വാസമായിരുന്നു. അപ്പോൾ എപ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഒരു പോസിറ്റീവായ ഒരു കാര്യം ഉണ്ടാകണം. ഇവിടെ യേശു പറയാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം. 2, എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കണം. ഇതൊരു വ്യവസ്ഥ. ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് തരാം. 1, എന്നിൽ വസിക്കണം. എങ്ങനെ യേശുവിൽ വസിക്കേണ്ടത്? എങ്ങനെ നമുക്ക് യേശുവിൽ വസിക്കാൻ സാധിക്കും? അതേ അധ്യായത്തിൽ 10-ാമത്തെ വചനം ഉത്തരമാണ്. 10-ാമത്തെ വചനം, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. എന്നിട്ട് പറയാമോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഹല്ലേലൂയ. അതാണ് ഈശോയും പിതാവുമായുള്ള ബന്ധം. പറയും, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ വചനങ്ങൾ ഞാൻ അനുസരിക്കുന്നു, അങ്ങനെ ഞാൻ ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. അതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്നിൽ സ്നേഹത്തിൽ നിലനിൽക്കും, എന്നിൽ വസിക്കുന്നവരായിട്ട് മാറും. അങ്ങനെയാണ് ഈശോ വസിക്കാൻ സാധിക്കുക. ഈശോ എങ്ങനെ പിതാവിൽ വസിച്ചുവോ അങ്ങനെ ഞാൻ യേശുവിൽ വസിക്കണം. യേശു എങ്ങനെ പിതാവിൽ വസിച്ചത്? അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അനുസരിച്ചുകൊണ്ടാണ് യേശു പിതാവിൽ വസിച്ചത്. അതുപോലെ ഞാൻ യേശുവിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഞാൻ യേശുവിൽ വസിക്കുന്നതിനായിട്ട് മാറും. അതാണ് 7-ാമത്തെ വചനം ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിക്കണം. അപ്പോൾ വസിക്കേണ്ട മാർഗം ഇതാണ്. യേശുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച്, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ഞാൻ വിശുദ്ധമായിട്ട് ജീവിക്കണം. 2, ഈശോ പറയാണ്, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം. എന്താ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? കേട്ടാൽ മാത്രം പോരാ, വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് പാലിക്കണം. കേൾക്കാൻ എളുപ്പമാണ്, വിശ്വസിക്കാൻ എളുപ്പമാണ്, പക്ഷെ പാലിക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. യേശു പറയാം, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കണം, നമ്മൾ അനുസരിക്കണം. ഈ 2 വ്യവസ്ഥ നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം മുന്നോട്ട് വെച്ചിരിക്കുക. ഈ 2024 നിങ്ങൾ അതിനുവേണ്ടി മൽപ്പിടുത്തം നടത്തണം, ബലപ്രയോഗം നടത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ബലം പ്രയോഗിക്കണം. ഹല്ലേലൂയ. ബലവാൻ ബലപ്രയോഗത്തിലൂടെ ദൈവരാജ്യം പിടിച്ചെടുക്കുന്നു, കൈയടക്കുന്നു. എന്താ ബലപ്രയോഗം? വിശ്വാസമാണ്. അവൻ്റെ വിശ്വാസം, ഉറപ്പുള്ള വിശ്വാസം. ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വിശ്വാസ ശക്തിയാണ്. ഹൃദയത്തിൽ യാതൊരു ശങ്കയുമില്ലാതെ ദൈവം എനിക്ക് ചെയ്തു തരുമെന്നുള്ള അറിവിലെ വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിച്ചിരിക്കും. അതൊക്കെ കാരണം ഇതൊക്കെ വാഗ്ദാനങ്ങളാണ്, എല്ലാ വചനത്തിലുള്ള നിയമങ്ങളാണ്. അതൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ല, ദൈവത്തിന് പോലും മാറ്റാൻ പറ്റില്ല. കാരണം ദൈവം വെളിപ്പെടുത്തിയ വചനങ്ങളാണ്, ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. ഓരോ കാര്യങ്ങൾ നമുക്ക് നൽകി തരാൻ വേണ്ടി, നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി സ്ഥാപിച്ച നിയമങ്ങളാണ് ഇതെല്ലാം. വിശ്വാസം വേണം, വിശ്വാസത്തിന് ശക്തിയോടുകൂടി പ്രാർത്ഥിക്കണം. അതില്ലെങ്കിൽ ദൈവം ചെയ്യില്ല, ഒന്നും തരത്തില്ല. ഒരു നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ നമുക്ക് മധുരമുള്ള തന്നു, മുട്ടായി തന്നു, നമുക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട്.
കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ, ആത്മാവിൽ ശിശുക്കളായിരുന്നപ്പോൾ നമുക്ക് നല്ല അനുഭവങ്ങളുണ്ടായി, ദൈവാനുഭവങ്ങളുണ്ടായി, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അല്പം പ്രായപൂർത്തി വന്നപ്പോൾ, എന്ന് പറഞ്ഞാൽ ആത്മാവിൽ വളർന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ മധുരം കൊണ്ടൊന്നും പ്രയോജനപ്പെടില്ല. നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളാണ്, ഞെരുക്കങ്ങളും വേദനകളുമാണ്. അവിടെ നിങ്ങൾ എങ്ങനെ നിന്നു എന്നാണ് ദൈവം നോക്കുന്നത്. കുറേ നന്മകളും അനുഗ്രഹങ്ങളും വന്നപ്പോൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചു, സ്തോത്രം, ഹല്ലേലൂയ നിങ്ങൾ പറഞ്ഞു, സാക്ഷ്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതേ നിങ്ങൾ തന്നെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട് ഞെരുക്കങ്ങൾ കടന്നു വന്നപ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും ഇല്ല എന്ന അനുഭവം കടന്നു വന്നപ്പോൾ, അവിടെ നീ എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് നോക്കുകയാണ്. അതൊരു പരീക്ഷയാണത്. അവിടെ നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അടുത്ത അനുഗ്രഹം ചോദിക്കാനായിട്ട്. കാരണം ഇതെല്ലാം നിയമത്താൽ സ്ഥാപിതമാണ്. ഇതെല്ലാം ഇത് എനിക്കോ നിങ്ങൾക്കോ ദൈവത്തിനൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ കർത്താവിലേക്ക് വന്നിട്ടുള്ള വ്യക്തികൾ ഇത് അറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലാക്കണം. ഹല്ലേലൂയ. 2024 അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. ഞാനത് പറഞ്ഞു, ആ വാക്ക് ഒരിക്കലും മാറില്ല. അത് കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞ, കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്കാണ്. അങ്ങനെ മാറില്ല അതൊരിക്കലും. അത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. പക്ഷെ പ്രാപിച്ചെടുക്കണം. അത് പ്രാപിച്ചെടുക്കണം. ഈ ഒരു വ്യവസ്ഥയെ പാലിക്കേണ്ടത്. കർത്താവിൽ വസിക്കണം. യേശു എങ്ങനെ പിതാവിൽ വസിച്ചുവോ, എങ്ങനെയാ സ്നേഹത്തിൽ വസിച്ചു, അവിടുത്തെ നിയമങ്ങളും വചനവും കൽപ്പനയും അനുസരിച്ച് വസിച്ചതുപോലെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിൽ വസിക്കണം. അവിടെ വലിയൊരു ബന്ധമാണ്, വലിയൊരു കൂട്ടായ്മയാണ് ഞാനും ഈശോയുമായിട്ട്, നീയും ഈശോയുമായിട്ട്. എന്ത് ചോദിച്ചാലും തരുന്നൊരു അനുഭവം, ഒരു വലിയൊരു പാലം നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഒരു ബന്ധത്തിൻ്റെ ഒരു പാലം എല്ലാം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണടയ്ക്കുക ഒരു നിമിഷം, വളരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഹൃദയത്തിൽ നീ അറിഞ്ഞ് നീ തീരുമാനം എടുക്കണം. ഒന്നിനു വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ മാറ്റിവെക്കില്ല. ഞാൻ വചനത്തിൽ ജീവിക്കും, ഞാൻ വചനപ്രകാരം ജീവിക്കും. കർത്താവിൻ്റെ നിയമത്തിൽ എന്തൊക്കെ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ ഞാൻ അതൊക്കെ അനുസരിക്കും. അതിനുവേണ്ടി ഞാൻ ബലപ്രയോഗം നടത്തും. അതിനുവേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി എന്നെ എതിർത്തുകൊണ്ട്, എന്നെ കീഴ്പ്പെടുത്തി, എൻ്റെ പ്രലോഭനങ്ങളിലൂടെ എൻ്റെ ബലഹീനകളെ മുതലെടുത്ത് തന്നെ വീഴിക്കുന്ന ശത്രുവിനെ ചവിട്ടി മെതിക്കാൻ ഞാൻ ബലം പ്രയോഗം നടത്തും. നിലവിളിച്ച് പ്രാർത്ഥിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ. കർത്താവേ, ഈ 2024 എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വർഷമായിരിക്കും ദൈവമേ. അവിടുന്ന് വാക്കുമാറുന്ന ദൈവമല്ല. അവിടുന്ന് പറഞ്ഞ് ഇഷ്ടമുള്ള ചോദിച്ചുകൊള്ളൊക്കെ ലഭിക്കും. ഞാൻ ചോദിക്കുന്നു കർത്താവേ, അങ്ങയുടെ മകനും മകളുമായി വിശ്വസ്തമായി ജീവിക്കാനുള്ള കൃപ ഞാൻ ചോദിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ലഭിച്ചു കഴിഞ്ഞു. അവിടുന്ന് അനുഗ്രഹിക്കുന്ന നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ ശ്രുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള വചനം ഇതുപോലൊരു വാഗ്ദാനമാണ്. ബുക്ക് ഓഫ് മാത്യു 7:7 മത്തായി. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾ തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. ഹല്ലേലൂയ. ചോദിപ്പിൻ, പറഞ്ഞ് ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ, അന്വേഷിക്കുവിൻ, കണ്ടെത്തും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതൊരു വാഗ്ദാനമാണ്. ചോദിക്കുവിൻ. നിങ്ങൾ ചോദിക്കാനാ പറഞ്ഞത്. യു ആസ്ക്, ചോദിക്കുവിൻ. അതിനർത്ഥം മനസ്സിലായോ? അതിനർത്ഥം മനസ്സിലായോ? നിങ്ങൾ ചോദിക്കണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും.
അഡ്വാൻസ് ആയിട്ട് ഉറപ്പ് തന്നിരിക്കുക, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെ ചോദിക്കണം? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിക്കണം. എനിക്ക് ലഭിക്കുമോ എന്ന് സംശയിച്ചാൽ ആ ചോദ്യമല്ല, അത് കിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, അതായത് മർക്കോസ് 11:24 വചനമാണ്, ആകയാൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്കത് ലഭിക്കുന്നതിനെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുന്ന എന്തും അത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ ലഭിക്കുന്നതിനെ ചെയ്യും. ഇതൊക്കെ നമുക്കുള്ള വാഗ്ദാനങ്ങളാണ്. ദൈവമേ, ഈ വാഗ്ദാനം നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കാതെ ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു. അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഈശോയുടെ വിശ്വാസത്തെ അവിടുന്ന് ഉറപ്പിക്കണമേ ദൈവമേ. വിശ്വാസങ്ങൾ ബലപ്പെടുത്തണേ കർത്താവേ. ഒരു നിമിഷം കണ്ണടച്ചേ. നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് അതാണ് ചോദിച്ചു. അത് ആത്മീയം മാത്രമല്ല, ഭൗതികം ചോദിക്കാം, പരിശുദ്ധാത്മാവിനെ ചോദിക്കാം, ഭൗതികമായിട്ടുള്ള ചോദിക്കാം. ചോദിച്ചോളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നതുമേ നന്ദി, സ്തോത്രം അങ്ങേക്കും മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം, മഹത്വം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. നിങ്ങൾ ഭൗതികമായ ആവശ്യങ്ങൾ ചോദിക്കുക. കണ്ണടച്ച് വളരെ നേരം വൃത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാമ്പത്തികമായ ഭൗതികമായ സാമ്പത്തിക അനുഗ്രഹം ചോദിക്കുക. കർത്താവ് ചോദിപ്പിൻ, ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസപൂർവ്വം ചോദിച്ചു. സ്വന്തമായിട്ട് എന്തെല്ലാം ഭൗതികമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണം ഈ 2024 ദൈവം എനിക്ക് ലഭിക്കണം? സാമ്പത്തിക അനുഗ്രഹങ്ങൾ, ജീവിതത്തിലെ ക്രമപ്പെടുത്തലുകൾ, വിവാഹം കഴിഞ്ഞ് മക്കളില്ലെങ്കിൽ മക്കൾക്ക് ചോദിക്കാം. സ്വന്തമായി നല്ലൊരു ഭവനം ചോദിക്കാം, നല്ല വാഹനം, നല്ല ജീവിത സൗകര്യങ്ങൾ. ദാരിദ്ര്യങ്ങൾ മാറണം, കഷ്ടപ്പാട് മാറണം. കാരണം ഞാൻ സ്വീകരിച്ചിരിക്കുന്ന അഭിഷേകം അത് അനുഗ്രഹത്തിൻ്റെ അഭിഷേകമായതുകൊണ്ട് ഈ അനുഗ്രഹം വഴി, ഈ അഭിഷേകം വഴി വരേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവമേ എനിക്ക് ലഭിക്കണം, ലഭ്യമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെന്തെല്ലാം ഭൗതികമായിട്ടുണ്ടോ? സ്വന്തമായി ഭൂമിയില്ല, ഈ ഭൂമി വേണം. അതിന് തടസ്സമെല്ലാം മാറിപ്പോകട്ടെ. അതിന് ഞെരുക്കുന്ന എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ. ഭൂമി ദൈവത്തിൻ്റെ അനുഗ്രഹവും ദാനവുമാകിയാൽ ദൈവമേ എനിക്ക് സ്വന്തമായ ഭൂമി വേണം, സ്വന്തമായ ഭവനം വേണം, ജീവിത വരുമാനം ഉണ്ടാകണം. ആടുമാടുകൾ, സമൃദ്ധിയുടെ പ്രതീകം ആടുമാടുകൾ, ജീവിത വരുമാനം. ഒന്നിൻ്റെ കൃഷിയായിരിക്കാം, ഒന്നിൻ്റെ ബിസിനസ്സായിരിക്കാം, ഒന്നിൻ്റെ ജോലിയായിരിക്കാം. എനിക്ക് വേണം കർത്താവേ. ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ചോദിക്കുക. ഉൽപ്പത്തി 2:18 വാഗ്ദാനം അനുസരിച്ച് ചേർന്ന് ഇണയെ നൽകുന്നതാണ് വചനം. ദൈവം എനിക്ക് ചേർന്ന് ഇണയെ നൽകണമേ. വന്ധ്യയായിരുന്ന സാറായിക്കും വന്ധ്യയായിരുന്ന എലിസബത്തിനും മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം നിനക്ക് മക്കളില്ലെങ്കിൽ നിനക്ക് മക്കളെ തന്ന് അനുഗ്രഹിക്കട്ടെ. തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ അങ്ങേക്ക് നന്ദി, 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 ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചതും യാചിച്ചതുമായ എല്ലാ കാര്യങ്ങളും കർത്താവ് എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നന്ദിയോടെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകും. അടുത്ത വനിത പറയാണ്, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും. എന്താണ് വാഗ്ദാനം? അന്വേഷിക്കുവാൻ നിങ്ങൾ
കണ്ടെത്തും. അന്വേഷിക്കണം. സെർച്ച് യു വിൽ ഫൈൻഡ്. എവിടെ അന്വേഷിക്കുന്നത്? എന്താ അന്വേഷിക്കുന്നത്? ഈശോ അന്വേഷിച്ചു ആണോ? അല്ല, പറഞ്ഞു കേട്ടു, ഈശോ അന്വേഷിച്ചു. ഓക്കെ, എവിടെ അന്വേഷിച്ചു? ബൈബിൾ അന്വേഷിച്ചു. പിന്നെ എന്നിട്ട് കണ്ടോ? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണും, ആകാശം അന്വേഷിച്ച് കാണും, അല്ലേ? എവിടെ അന്വേഷിക്കേണ്ടത്? ഹല്ലേലൂയ. അവിടെ അന്വേഷിക്കേണ്ടത്, ഹൃദയത്തിൽ അന്വേഷിക്കേണ്ടത്, ലോകത്തിലല്ല. നിങ്ങൾ ബൈബിൾ തേടിയാലേ കണ്ടെത്തണമെന്നില്ല. കാരണം നമ്മൾ വായിച്ചു പോകുന്ന വചനത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഹായിക്കത്തില്ല. അന്വേഷിക്കേണ്ട ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തെ അന്വേഷിക്കണം. അതാണ് പ്രാർത്ഥന. നിശബ്ദയിൽ ഏകാന്തതയിലെ കണ്ണുകൾ അടച്ചിരുന്നുകൊണ്ട്, അതാ ഈശോ പറഞ്ഞു, നീ മുറി പൂട്ടി വാതിലടച്ച് നിന്റെ ഇന്ദ്രിയങ്ങൾ അടച്ച് നീ ഇരുന്ന് പ്രാർത്ഥിക്കണം. നീ അന്വേഷിക്കേണ്ട ഹൃദയത്തിലാണ്. അവിടെ നീ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ കണ്ടുമുട്ടും. ആമേൻ, ഹല്ലേലൂയ. ഒരു ഹൈന്ദവനായിരുന്ന ഒരു സാധു സുന്ദർ സിംഗ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു പഞ്ചാബിയായിരുന്ന, ഹിന്ദു പഞ്ചാബിയായിരുന്ന സാധു സുന്ദർ സിംഗ്. ആരും കേട്ടിട്ടില്ലേ? എത്ര കേട്ടിട്ടുണ്ട്? ഓക്കെ, ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 100-ലേറെ വർഷം മുമ്പ് ജീവിച്ച് മരിച്ച മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഹിന്ദു പഞ്ചാബിയായിരുന്നു. പഞ്ചാബിലാണ് ജീവിച്ചത്. പഠിച്ച കാലത്ത് അദ്ദേഹം ക്രിസ്തു വിരോധിയായിരുന്നു. ബൈബിൾ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ബൈബിളിലെ പരസ്യമായി താളുകൾ കീറി വലിച്ചെറിഞ്ഞിട്ടുണ്ട് അവരുടെ മുമ്പിൽ. അങ്ങനെ യേശുവിനെ എതിർത്തൊരു മനുഷ്യനായിരുന്നു. ഇയാളുടെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് പിന്നെ ജീവിതത്തിലേക്ക് കടന്നു. പ്രശ്നങ്ങളായി, ഞെരുക്കങ്ങളായി, ജീവിക്കാൻ നിവൃത്തിയില്ലാതായി, ജീവിതം വഴിമുട്ടി മരണമായി. ഇനി മരിക്കാൻ മാത്രമേ വഴിയുള്ളൂ. ആ അവസ്ഥയിലെത്തുമ്പോൾ എങ്ങനെ മരിക്കുന്ന ചിന്തയായി. തൻ്റെ ഗ്രാമത്തിലൂടെ പോകുന്ന ട്രെയിനിന് മുമ്പിൽ ചാടി മരിക്കുക. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ആ നിമിഷം അയാൾ തീരുമാനമെടുത്തുകൊണ്ട് അയാൾ തൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. നേരം വിളിക്കാൻ വേണ്ടി കാത്തു. 3 മണിക്ക് ട്രെയിൻ വരും. ആ ട്രെയിൻ മുമ്പിൽ ചാടി മരിക്കണം. ട്രെയിൻ വരാൻ സമയം 3 മണിയാണ്. അതിന് അല്പസമയം മുമ്പ് ഇയാൾ ചിന്തിച്ചു, എൻ്റെ ജീവിതം അവസാനിക്കുകയാണ് ഇവിടെ, ഞാൻ മരിക്കുകയാണ്. ഒരു ദൈവം ഉണ്ടോ ലോകത്തിൽ? ചോദിക്കുക, ദൈവം ലോകത്തിലുണ്ടോ? ആരാണ് ആ ദൈവം? അല്ല, വളരെ കണ്ണുകൾ അടച്ചു അയാൾ ഹൃദയത്തിൽ ചോദിക്കുകയാണ്, ദൈവമേ, ഹു ആർ യു ഗോഡ്? ഹു ആർ യു ആൻഡ് വേർ ആർ യു? ഇഫ് യു ആർ there, answer me. I need an answer. Is there one God alive? ഒരു ജീവിക്കാൻ ദൈവമുണ്ടോ? ആ ദൈവം എവിടെ? ആരാണ് ആ ദൈവം? അവൻ തൻ്റെ ഹൃദയത്തിൽ ആ ചോദ്യം ചോദിച്ചത്. അടുത്ത നിമിഷം അവൻ കണ്ടത് അവന് മുമ്പിൽ നിൽക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആരെതിർത്തിരുന്നു, ആ യേശു തന്നെ മുമ്പിൽ നിൽക്കുന്നു. അവൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അവിടെ യേശു അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോഴേക്കും അവൻ വളരെ വേഗം തന്നെ മുറി ചാടി ഇറങ്ങി ഓടിച്ചെന്ന് അപ്പൻ്റെ വാതിൽ തട്ടി വിളിച്ചു, അപ്പാ വാതിൽ തുറക്ക്. എന്ത് പറ്റിയടാ? ഞാൻ യേശുവിനെ കണ്ടു. യേശുവിനെ മുറി വന്നു. ഞാൻ യേശു വിശ്വാസിയപ്പാ, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. അവൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാനൊരു ഹിന്ദുവാണ്, ഇവിടെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ വീട് വിട്ട് പോകണം. അപ്പനവനെ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന്. എല്ലാം നഷ്ടപ്പെടാൻ ഇറങ്ങിപ്പോയി. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഒരു ദിവസം ഒരു തെരുവിൽ കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൽ കടന്നു വന്നു. ഒരു പെന്തക്കോസ്ത സഭയിൽപ്പെട്ട മനുഷ്യൻ, ഒരു പാസ്റ്റർ. ഇയാളോട് സംസാരിക്കുമ്പോഴാണ് ഇയാൾക്കുണ്ട അനുഭവങ്ങൾ അറിയുന്നു. പാസ്റ്റർ അയാളെ വിളിച്ചുകൊണ്ട് പോയി വചനം പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു, അയാളെ സ്നാനപ്പെടുത്തി. വളരെ വേഗത്തിലായിരുന്നു സുന്ദർ സിംഗിൻ്റെ മാറ്റം. അയാൾ പൗലോസ് ലീഗയെ പോലെ, അങ്ങനെ വാക്ക് ഉപയോഗിക്കുകയാണ്, പൗലോസ് അപ്പോസ്തലനെ പോലെ അതിശക്തനായ ഒരു അപ്പോസ്തലനായി, ഒരു പ്രഘോഷകനായി, ഒരു അത്ഭുത പ്രവർത്തകനായി ഈ സുന്ദർ സിംഗ് മാറി.